ഗായ്സ് എല്ലാവർക്കും മച്ചൻ ഫ്രണ്ട്സ് ബ്ലോഗിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ഒരു അച്ചാച്ചൻ വന്നിട്ട് നമുക്ക് അച്ചാച്ചനെ കാണാം. എവിടെ വീട്? വീട് ഞങ്ങൾ ആദ്യം താമസിച്ചത് ഇരിങ്ങാലക്കുട ചെട്ടിപ്പുറത്ത് എന്ന സ്ഥലത്താണ്. അവിടുന്ന് ആ വീട് വിറ്റ് കാട്ടിഞ്ചിറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സുരഭി നഗർ എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ വീട് വെച്ചിട്ട് താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങള് ഭാര്യ വീട്ടിലാണ്. പയ്യന്നൂർ, കണ്ണൂർ ജില്ല. റിട്ടയർഡ് ആയിട്ട് 12 വർഷം കഴിഞ്ഞു. അവിടെ ചെന്നപ്പോ ആദ്യം ജോലി ഇപ്പൊ ചെന്ന സ്ഥലത്ത് ജോലി ഒന്നുമില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആദ്യം ജോലി ചെയ്ത് ചന്ദ്ര സോപ്പിലായിരുന്നു. അതൊക്കെ കുറച്ച് വീട്ടിലായിരുന്നു. വേറെ പണിയൊന്നുമില്ല. താമസിക്കുന്നത് ഇപ്പോൾ അളിയൻ്റെ ഒരു വീടുണ്ട്. ഞങ്ങൾക്ക് താമസിക്കുന്ന വീട് കൊണ്ടുവന്നു. അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷം. വിവാഹം കഴിഞ്ഞിട്ട് 45 വർഷം. ഇപ്പൊ 74 കഴിഞ്ഞ് 75ലേക്ക് പോയിക്കൊണ്ടിരിക്കും. നളിനി 64. ഞങ്ങള് നമ്മളെ അനിയൻ പെട്ടെന്ന് മരണപ്പെട്ട കണ്ട് 2 ദിവസപ്പാട് ഞങ്ങൾ രാത്രി നിസാമുദ്ദീൻ ട്രെയിനിൽ ഇവിടെ വന്ന് പങ്കെടുത്ത് തിങ്കളാഴ്ച സഞ്ചയനം 7-8 സഞ്ചയനം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അടുത്ത ശനിയാഴ്ച വന്ന് ഞായറാഴ്ച പല വീട്ടിൽ കഴിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച ഞങ്ങൾ പയ്യന്നൂർ. വീട് ഞങ്ങൾ ആദ്യം താമസിച്ചത് ഇരിങ്ങാലക്കുട ചെട്ടിപ്പുറത്ത് എന്ന സ്ഥലത്താണ്. അവിടുന്ന് ആ വീട് വിറ്റ് കാട്ടിഞ്ചിറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സുരഭി നഗർ എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ വീട് വെച്ചിട്ട് താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങള് ഭാര്യ വീട്ടിലാണ്. പയ്യന്നൂർ, കണ്ണൂർ ജില്ല. റിട്ടയർഡ് ആയിട്ട് 12 വർഷം കഴിഞ്ഞു. അവിടെ ചെന്നപ്പോ ആദ്യം ജോലി ഇപ്പൊ ചെന്ന സ്ഥലത്ത് ജോലി ഒന്നുമില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആദ്യം ജോലി ചെയ്ത് ചന്ദ്ര സോപ്പിലായിരുന്നു. അതൊക്കെ കുറച്ച് വീട്ടിലായിരുന്നു. വേറെ പണിയൊന്നുമില്ല. താമസിക്കുന്നത് ഇപ്പോൾ അളിയൻ്റെ ഒരു വീടുണ്ട്. ഞങ്ങൾക്ക് താമസിക്കുന്ന വീട് കൊണ്ടുവന്നു. അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷം. വിവാഹം കഴിഞ്ഞിട്ട് 45 വർഷം. ഇപ്പൊ 74 കഴിഞ്ഞ് 75ലേക്ക് പോയിക്കൊണ്ടിരിക്കും. നളിനി 64. ഞങ്ങള് നമ്മളെ അനിയൻ പെട്ടെന്ന് മരണപ്പെട്ട കണ്ട് 2 ദിവസപ്പാട് ഞങ്ങൾ രാത്രി നിസാമുദ്ദീൻ ട്രെയിനിൽ ഇവിടെ വന്ന് പങ്കെടുത്ത് തിങ്കളാഴ്ച സഞ്ചയനം 7-8 സഞ്ചയനം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അടുത്ത ശനിയാഴ്ച വന്ന് ഞായറാഴ്ച പല വീട്ടിൽ കഴിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച ഞങ്ങൾ പയ്യന്നൂർ. നളിഞ്ഞമ്മയുടെ നാട് എവിടെയാ? പയ്യന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ കോറം എന്ന ഗ്രാമം, കൊച്ചു ഗ്രാമം. നളിഞ്ഞമ്മയുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങള് അനിയൻ, അനിയത്തി, ചേച്ചി. അവരെല്ലാരും എന്ത് ചെയ്യുന്നു? അനിയൻ നെറ്റ്വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിങ്, അനിയത്തി ബാങ്ക് മാനേജര്, ചേച്ചി ഹൗസ് വൈഫ്. നളിഞ്ഞമ്മയുടെ വീട്ടുപേരെന്താ? മനേന്ദ്ര ഹൗസ്. കോറത്തിനെ കുറിച്ചൊരു വിവരം തരിക. വളരെ സ്നേഹമുള്ളൊരു നാടാണ്. അതുകൂടാതെ രക്തസാക്ഷികളുടെ നാടാണ്. രാഷ്ട്രീയത്തിൽ ഒരു കോറം ഗ്രാമം എന്നൊരു പാർട്ടി ഗ്രാമമാണ്. നളിഞ്ഞമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ കുടുംബശ്രീ CDS അംഗമാണ്. മഹിളാ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. പാർട്ടിയിൽ ബ്രാഞ്ച് മെമ്പറാണ്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലുണ്ടോ? ഉണ്ട്. കുടുംബശ്രീയിലുണ്ടോ? ഉണ്ട്. കർഷകരിൽ മംഗളകളിൽ എന്താ ചെയ്യുന്നത്? മഹിളാ യൂണിറ്റിന്റെ പ്രസിഡന്റ്. ഭർത്താവിന്റെ പേരെന്താ? സുബ്രഹ്മണ്യൻ. എന്തായിരുന്നു ജോലി? ചന്ദ്രിക സോപ്പ്. ഇപ്പൊ ജോലി ഉണ്ടോ? റിട്ടയർഡ് ഉണ്ട്. നാടിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല നാട്. വീടിനടുത്ത് നടന്മാരുണ്ടോ? പാട്ടുകാരുണ്ടോ? നടന്മാരുണ്ട്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ദേശാടനത്തിൽ അഭിനയിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീടിന്റെ അടുത്താണ് എൻ്റെ വീട്. അവരുമായി വല്ല
എന്തറിയില്ല, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് അവിടെ ഉണ്ടായി, വീട്ടുകാരുണ്ടാവും. തൃശ്ശൂരുമായി എന്താണ് ബന്ധം? തൃശ്ശൂർ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ്. ഏതെങ്കിലും ഒരു നല്ല 2 വരി പാട്ട് പാടുക. നെട്ടപ്പാടിയില്ലോ. തട്ടാലും വന്നില്ല തങ്കമോടിയൊക്കിയില്ല, ഇത്തിരി മുല്ലേക്കാര് കൊടുത്തു മുത്തു കൊണ്ടൊരു മണിമാല, മണിമുത്തു കൊണ്ടൊരു മണിമാല. അടിപൊളി കൈ കൊടുക്ക. അപ്പൊ ഇത്ര നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത നടിഞ്ഞമ്മായിക്ക് നന്ദി, ശുഭദിനം. നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത സുബ്ര ചാച്ചനും നടിഞ്ഞമ്മായിക്കും നന്ദി.